പ്രയാഗ്രാജിൽ നിന്നും സംഘം കാണുന്നതിന് വേണ്ടിയുള്ള ബോട്ട് യാത്രയാണ്. ബോട്ട് ജെട്ടി കാണുന്നു. ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ യാത്ര തിരിച്ചു. നേരെ കാണുന്നതൊരു കോട്ടയാണ്, പഴയകാലത്തെ കോട്ട. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൊടിയാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇത് ഗംഗാ നദിയാണ്. ഇനി യമുനയും സരസ്വതി ദേവി നദിയും കൂടെ ചേർന്ന് സംഗമിക്കുന്ന സംഘം, അതിലേക്കുള്ള യാത്രയാണ്. നിറയെ ബോട്ടുകൾ കൊണ്ടിരിക്കുന്നു. ഓരോ ബോട്ടിലും 7 പേര് വീതമാണ് അവർ കയറ്റുന്നത്. ഇപ്പോൾ ഒരു ബോട്ടിന് വേണ്ട 6000 രൂപ വരെ വാങ്ങുന്നുണ്ട്. കഴിഞ്ഞ തവണ വരെ 3000 എന്ന് പറയപ്പെടുന്നു. കുറേ പോകണം. അല്പം പോയാൽ മാത്രമേ ഈ പറഞ്ഞ സംഘം കാണുകയുള്ളൂ. നിരവധി പക്ഷികൾ കളിക്കുന്നുണ്ട്. പക്ഷികളുടെ ഉല്ലാസം. ഇതെല്ലാം മൈഗ്രേറ്ററി ബേഡ്സാണ്, ദേശാടന പക്ഷികൾ. ഇവിടെ പലരും വെള്ളത്തിൽ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ എറിഞ്ഞു കൊടുക്കുന്നുണ്ട്. പൊരി പോലത്തെ സാധനങ്ങൾ, ചോളപ്പൊരിയൊക്കെ വാങ്ങി പക്ഷികൾക്ക് കൊടുക്കുക, പക്ഷികൾ കഴിക്കുകയും ചെയ്യുന്ന കാണാം. പ്രയാഗ്രാജ് ബോട്ട് യാത്ര. ഹിമാലയത്തിലെ നിന്നുത്ഭവിക്കുന്ന സരസ്വതി നദിയും ഇവിടെ തന്നെ അന്തർധാനം ചെയ്യുകയാണ്. പിന്നെ ആ നദി എത്തിച്ചേരുന്നത് ഇവിടെയാണെന്നാണ് അറിയപ്പെടുന്നത്, സംഘം. അതുപോലെ യമുന നദിയും ഗംഗാ നദിയും സരസ്വതി നദിയും കൂടി ചേരുന്ന സംഗമസ്ഥാനത്തിലേക്കുള്ള ബോട്ട് യാത്രയാണ്. നിരവധി ബോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ നേരം പോകണം. ഇപ്പം സമയം എടുക്കും ബോട്ട് അവിടെ എത്താനായിട്ട്. നല്ല ദൂരമുണ്ട്. ഈ പോയിൻ്റ്, ഈ പറഞ്ഞ സംഗമ സ്ഥാനത്ത് അവിടെ ചെല്ലുക. സംഗമസ്ഥാനത്ത് എല്ലാവർക്കും മുങ്ങാം. അതൊരു പുണ്യമാണെന്നാണ് ഹിന്ദു വിശ്വാസികൾ കരുതുന്നത്. പ്രയാഗിൽ ഇതിൻ്റെ തീരത്താണ് ഈ അടുത്ത കാലത്തായിട്ട് കുംഭമേള നടന്നിട്ടുള്ളത്. കഴിഞ്ഞ കുംഭമേളയ്ക്ക് ഏതാണ്ട് 45 കോടി ജനങ്ങൾ ഇവിടെ വന്നുവെന്നാണ് പറയപ്പെടുന്നത്.